ദൈവത്തിന് സ്തോത്രം. ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന ചിന്ത 2 കൊരിന്ത്യർ ലേഖനം അതിൻ്റെ 7, 8, 9 വാക്യങ്ങൾ ആരെങ്കിലും ഒരാൾ വായിച്ചാൽ. 2 കൊരിന്ത്യർ ലേഖനം 3-ന്റെ 7, 8, 9. ഇല്ലയോ? ശിക്ഷാവിധിയുടെ ശുശ്രൂഷ തേജസ്സാകുന്നുവെങ്കിൽ നീതിയുടെ ശുശ്രൂഷ തേജസ്സേറിയതായിരിക്കും. ആമേൻ. സ്തോത്രം, സ്തോത്രം. നമ്മൾ വായിച്ച ഭാഗം ഇങ്ങനെയാണ്: കല്ലിൽ അക്ഷരമായി കൊത്തിയിരുന്ന മരണ ശുശ്രൂഷനെ കുറിച്ച് അവിടെ പറയുന്നു. 8-ാമത്തെ വാക്യത്തിൽ പറയുന്ന ആത്മാവിൻ്റെ ശുശ്രൂഷ അധികം തേജസ്സുള്ളതാകില്ലയോ. 9-ാമത്തെ വാക്യത്തിൽ പറയുന്നു ശിക്ഷാവിധിയുടെ ശുശ്രൂഷ. അടുത്ത വാക്യം പറയുന്നു നീതിയുടെ ശുശ്രൂഷ. അപ്പം ഈ ഭാഗങ്ങളിലൂടെയൊക്കെയാണ് ചിന്തിക്കുന്നത്. നമുക്ക് ഒത്തിരി പരിചയമുള്ള വേദഭാഗമാണ് ഇത്. ഫണ്ടമെൻ്റലാണ്. ഞാൻ അതിൻ്റെ വലിയൊരു എക്സ്പ്ലനേഷൻ പറയാനുള്ള തിയോളജിക്കൽ നോളജൊന്നും എനിക്കില്ല. അപ്പോൾ അതിൻ്റെ പെരിഫറലായിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയാനാണ് ഓർമ്മിപ്പിക്കുന്നത്, ചിന്തിക്കുന്നത്. അതിൻ്റെ 3-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ നമുക്കറിയാം, കൊരിന്ത്യ സഭയെ സംബന്ധിച്ച് നമുക്കറിയാം, പൗലോസ് അപ്പോസ്തലൻ ഒത്തിരി സ്ട്രഗിൾസ് നേരിട്ടതായിരുന്നു. തൻ്റെ ഈ ഭാഗം എഴുതാൻ തന്നെയുള്ള ഒരു കാരണം തൻ്റെ അപ്പോസ്തോലിത്വത്തെ ചോദ്യം ചെയ്യുന്നൊരു കൂട്ടം ഫോൾസ് അപ്പോസ്തോലന്മാർ എഴുന്നേറ്റു. ഇപ്പം താൻ 1-ാമത്തെ വാക്യത്തിൽ താൻ ഇങ്ങനെയാണ് പറയുന്നത്: ഞങ്ങൾ പിന്നെയും ഞങ്ങളെ തന്നെ ശ്ലാഘിക്കുവാൻ തുടങ്ങുന്നുവോ? അല്ല, ചിലർ ചെയ്യുന്നത് പോലെ നിങ്ങൾക്ക് ശ്ലാഘ്യപത്രം കാണിക്കുവാനാകട്ടെ, നിങ്ങളോട് വാങ്ങുവാനാകട്ടെ ഞങ്ങൾക്ക് ആവശ്യമോ. 2-ാമത്തെ വാക്യമാണ് ഇങ്ങനെ: ഞങ്ങളുടെ ഹൃദയങ്ങളിൽ എഴുതിയതായി സകല മനുഷ്യരും അറിയുന്നതും വായിക്കുന്നതുമായ ഞങ്ങളുടെ പത്രം നിങ്ങൾ തന്നെ, ഞങ്ങളുടെ ശുശ്രൂഷയാൽ ഉണ്ടായ ക്രിസ്തുവിൻ പത്രമായി നിങ്ങൾ വെളിപ്പെടുന്നുവല്ലോ. സ്തോത്രം. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ അവരോട് പറയുകയാണ്, ഞാൻ നിങ്ങളുടെ അപ്പോസ്തലനാണെന്ന് പറയാൻ എനിക്ക് എഴുതി ഒരു ലെറ്ററൊന്നും എഴുതി കാണിക്കേണ്ട കാര്യമില്ല. നിങ്ങളാണ് എൻ്റെ ശുശ്രൂഷയാൽ ഉളവായ, നിങ്ങളാണ് അതിൻ്റെ സാക്ഷികൾ, നിങ്ങളാണ് അതിൻ്റെ പത്രം. അത് പൗലോസ് വളരെ ധൈര്യത്തോടാണ് പറയുന്നത്. അതിൻ്റെ 3-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നത്: ഞങ്ങളുടെ ശുശ്രൂഷയാൽ ഉണ്ടായ ക്രിസ്തുവിൻ പത്രമായി നിങ്ങൾ വെളിപ്പെടുന്നുണ്ടല്ലോ. അപ്പം പൗലോസ് അപ്പോസ്തലന് വലിയ ബോധ്യം ഉണ്ടായിരുന്നു. അവർ ചെയ്ത ശുശ്രൂഷ ക്രിസ്തുവിൻ്റെ പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷയാണ്. അത് താഴെ വായിക്കുന്നു. 6-ാമത്തെ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്: അവൻ ഞങ്ങളെ പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷകന്മാരാകുവാൻ പ്രാപ്തരാക്കി. അപ്പൊ താൻ പ്രസംഗിച്ച, താൻ സുവിശേഷിച്ച സുവിശേഷം കൊരിന്തിലുള്ള വിശ്വാസികളുടെ ഹൃദയത്തിൽ ക്രിസ്തുവിനെ ഉളവാക്കി. ക്രിസ്തുവിൻ്റെ പത്രമായി അവർ മാറിയെന്ന് താൻ ഉറപ്പോടെ പറയുക. കാരണം അവർ പ്രസംഗിച്ചത് പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷയാണ്. പൗലോസും അപ്പോസ്തലന്മാരും ഒക്കെ ശ്രമിച്ചത് നിങ്ങളിൽ ക്രിസ്തു ഉളവാകണം, നിങ്ങൾ ക്രിസ്തുവിൻ്റെ സാക്ഷികളായി മാറണം, ക്രിസ്തുവിൻ്റെ പത്രമായി മാറണമെന്നാണ് പുതിയ നിയമത്തെ ശുശ്രൂഷയുടെ കോർ എന്ന് പറയുന്നത്. അപ്പം താൻ ഇങ്ങനെ പറയുന്നു, അത് ഉണ്ടായത് ഞങ്ങളുടെ കഴിവുകൊണ്ടല്ല. അത് താഴത്തെ വാക്യത്തിൽ എഴുതി, അത് മഷി കൊണ്ടല്ല, ജീവനുള്ള ദൈവത്തിൻ്റെ ആത്മാവിനാൽ അത്രേ. 3-ാമത്തെ വാക്യത്തിൽ അത് പറയുന്നത് കൽപ്പലകയിലല്ല, ഹൃദയം എന്ന മാംസപ്പലകയിൽ തന്നെ എഴുതിയിരിക്കുന്നു. അതിന് 5-ാമത്തെ വാക്യത്തിൽ താൻ പറയുന്നു, ഞങ്ങളിൽ നിന്ന് തന്നെ വരും പോലെ സ്വയമായി വലതും സങ്കല്പിക്കുവാൻ ഞങ്ങൾ പ്രാപ്തർ എന്നല്ല, ഞങ്ങളുടെ പ്രാപ്തി ദൈവത്തിൻ്റെ ദാനമത്രേ. ഇപ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന കാര്യം ഇതാണ്: ഞങ്ങള് പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷകരാ. ഞങ്ങളുടെ ശുശ്രൂഷയാൽ നിങ്ങളിൽ ക്രിസ്തു വന്നു. അത് ഞാൻ എൻ്റെ കഴിവുകൊണ്ടല്ല, അതായിരുന്നു പറഞ്ഞത്, എൻ്റെ കഴിവുകൊണ്ടല്ല, ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിങ്ങളുടെ ഹൃദയങ്ങളിലത് എഴുതപ്പെട്ട്. എസെക്കിയേലിൻ്റെ പുസ്തകം 36-ാമത്തെ അധ്യായം അതിൻ്റെ 26 വായിച്ചാട്ട്. എസെക്കിയേൽ 36:28. ആമേൻ. ആമേൻ. ആത്മാവിനെ ആക്കി എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും.
ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. ആമേൻ, സ്തോത്രം. നിങ്ങൾക്ക് പുതിയ ഹൃദയം തരുന്നത് ആരാ? സ്വർഗത്തിലെ ദൈവമാ. ആമേൻ. നിങ്ങൾക്കൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഹൃദയങ്ങളിലാക്കും. അത് ചെയ്തത് ആരാ? ദൈവമാ. നിങ്ങളുടെ കല്ലായ ഉള്ള ഹൃദയം മാറ്റിയത് ആരാ? ദൈവമാ. ആത്മാവിനെ നമ്മുടെ ഉള്ളിലാക്കി നമ്മളെ ദൈവത്തിൻ്റെ ചട്ടങ്ങൾ പ്രമാണിക്കുവാൻ നിങ്ങളെ നടക്കുമാറാക്കും. നമ്മളെ നടത്തുന്നത് ആരാ? ദൈവം. അതാ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ഇത് ഞങ്ങളുടെ കഴിവല്ല, പരിശുദ്ധ ആത്മാവാണ് ഹൃദയങ്ങളിൽ ക്രിയ ചെയ്ത്. പലപ്പോഴും നമ്മൾ ഈ രക്ഷയുടെ അനുഭവത്തിലോട്ടൊക്കെ വരുമ്പോൾ നിങ്ങൾ ചിന്തിച്ചു, നമ്മൾ എങ്ങനെയാണ് കർത്താവിനെ കണ്ടുമുട്ടിയത്? അതൊരു മിസ്റ്റിക് എന്ന് പറയുന്നത് വലിയൊരു അത്ഭുതമല്ലേ? അതായിരുന്നു ഈ സുവിശേഷത്തിൻ്റെ ശക്തി. എത്ര കഠിന ഹൃദയരായ നമ്മളെ മെഴുകുപോലെ ഉരുക്കി ആ ക്രിസ്തുവിനെ അക്സെപ്റ്റ് ചെയ്യാൻ നമ്മുടെ ഹൃദയത്തെ മാംസളമായൊരു ഹൃദയമാക്കിയത് ആരാ? പരിശുദ്ധാത്മാവാ. ദൈവത്തിന് മഹത്വം. അതുകൊണ്ട് അപ്പോസ്തലൻ പ്രസംഗിക്കുമ്പോൾ പറയുന്നത് ഞങ്ങളുടെ കഴിവുകൊണ്ടല്ല, ദൈവത്തിൻ്റെ ആത്മാവാണിത് നിങ്ങളിൽ ചെയ്തത്. അപ്പം ഞാൻ ഈ ഭാഗം ചിന്തിക്കാനുള്ള കാര്യം, ആ 3-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്, ക്രിസ്തുവിൻ്റെ പത്രമായി നിങ്ങൾ വെളിപ്പെടുന്നുണ്ടോ? നമ്മൾ റിയലായിട്ട് ക്രിസ്തുവിൻ്റെ പത്രമായി വെളിപ്പെടുന്നുണ്ടോ? നമ്മൾ നമ്മളെ തന്നെ നോക്കണം. നമ്മൾ കേൾക്കുന്ന ശുശ്രൂഷകൾ ഈ അന്ത്യകാലഘട്ടത്തിൽ നമ്മൾ വഞ്ചിക്കപ്പെടുന്നൊരു മേഖലയായത്. നമ്മളിൽ ക്രിസ്തുവിനെ ഉരുവാക്കുന്ന പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷയാണോ നിങ്ങൾ കേൾക്കുന്നതെന്ന് നിങ്ങൾ തന്നെ ശോധന ചെയ്യണം. ആമേൻ. അക്ഷരത്തിൻ്റെ ശുശ്രൂഷയാണോ ആത്മാവിൻ്റെ ശുശ്രൂഷയാണോ? ഇവിടെ ഞാനിരുന്ന് പറഞ്ഞാലും നമ്മുടെ കർത്തദാസൻ പറഞ്ഞാലും ലോകത്തിലെ ഏറ്റവും കൊടികൂട്ടിയ ശുശ്രൂഷകൻ വന്ന് പറഞ്ഞാലും അതിൻ്റെ അവസാനം എന്താണെന്നറിയാമോ? ക്രിസ്തു ഉളവാകുന്നുണ്ടോ? എൻ്റെ ഉള്ളിൽ ക്രിസ്തുവിൻ്റെ പാത്രമായി ഞാൻ മാറുന്നുണ്ടോ? അതാ ചോദ്യം. അതാകുന്നില്ലെങ്കിൽ നമ്മൾ എവിടെയാണെന്നറിയാമോ? അതാണ് താഴോട്ട് വായിക്കുന്നത്. അതിൻ്റെ 7-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. എന്നാൽ കല്ലിൽ അക്ഷരമായി കൊത്തിയിരുന്ന മരണ ശുശ്രൂഷ നീക്കം വരുന്നതായ മോശയുടെ മുഖ തേജസ് നിമിത്തം ഇസ്രായേൽ മക്കൾക്ക് അവന്റെ മുഖത്ത് നോക്കിക്കൂടാതെ വണ്ണം തേജസ് ഉള്ളതായത്. അതിന്റെ 6-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാ വായിക്കുന്നത്, അവൻ ഞങ്ങളെ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകന്മാരാക്കുവാൻ പ്രാപ്തരാക്കി. അക്ഷരത്തിന്റെ ശുശ്രൂഷകന്മാരല്ല, ആത്മാവിന്റെ ശുശ്രൂഷകന്മാരത്രേ. അക്ഷരം കൊല്ലുന്നു, ആത്മാവ് ജീവിപ്പിക്കുന്നു. സ്തോത്രം. ഈ പുതിയ നിയമത്തിന്റെ ക്രിസ്തുവിനെ എൻ്റെ ഉള്ളിലാക്കാൻ കഴിയാത്ത ശുശ്രൂഷകൾ നമ്മളെ കൊന്നുകളയും. അത് നമ്മളെ എത്തിപ്പിക്കുന്നത് എവിടെയാണെന്നറിയാമോ? അക്ഷരത്തിൻ്റെ ശുശ്രൂഷയിലാണ്, പഴയ നിയമത്തിൻ്റെ ഉടമ്പടിയിലോട്ടാണ്. വലിയൊരു ഡിസ്റ്റിങ്ക്വിഷൻ നമുക്ക് അത് മനസ്സിലാകണം. നമ്മൾ പുതിയ ഉടമ്പടിയുടെ ഭാഗമാണ്. അതിൻ്റെ അർത്ഥം പഴയ നിയമം വേണ്ടെന്നല്ല. പഴയ നിയമത്തിൽ നിന്ന് നമ്മളെ പുതിയ ഒരു ഉടമ്പടിയിലേക്ക് ദൈവം കൊണ്ടുവന്നു. അതിൻ്റെ ഡിഫറൻസിയേഷൻ താൻ പറയുന്നത്. ആ പഴയ നിയമത്തിനെ കുറിച്ച് പറയുന്നതായിരുന്നു 7-ാമത്തെ വാക്യത്തിൽ. എന്നാൽ അക്ഷരമായി കൊത്തിയിരുന്ന മരണ ശുശ്രൂഷ, അത് ഏത് ശുശ്രൂഷ? മരണ ശുശ്രൂഷയായിരുന്നു, ന്യായവിധിയായിരുന്നു അത്. പക്ഷെ ഇപ്പൊ പുതിയ നിയമത്തിലോട്ട് വന്നപ്പോൾ എന്തു? അത് ജീവന്റെ ശുശ്രൂഷ, ജീവൻ തരുന്ന പുതിയ നിയമത്തിന്റെ ശുശ്രൂഷ. എന്നിട്ട് നമ്മൾ ഈ പാപം എന്താ പറയുന്നത്, ന്യായപ്രമാണം ഉള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞത് ഞാൻ ചെറുതായിട്ടൊന്ന് എക്സ്പ്ലെയിൻ, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, ഞാനൊന്ന് പറഞ്ഞു പോകുന്നു എന്നേ ഉള്ളൂ. അപ്പം ന്യായപ്രമാണം വേണ്ടെന്നല്ല പറയുന്നത്, ന്യായപ്രമാണം ഉള്ളത് കൊണ്ടാണ് നാം പാപത്തെക്കുറിച്ച് അറിഞ്ഞത്. അപ്പം ആ പാപത്തിന് നമുക്ക് ന്യായവിധിയേ ഉള്ളായിരുന്നു. ആ ന്യായവിധിയിൽ നിന്ന് നമ്മളെ രക്ഷിച്ചത് എന്തുമായിരുന്നു? യേശു കർത്താവായിരുന്നു. അപ്പം ഈ പഴയ നിയമത്തെ നമ്മളിൽ നിന്ന് മാറ്റിയിട്ട് പുറപ്പാട് പുസ്തകം 34:29 ഒന്ന് വായിച്ച് ആ ഭാഗം 34 വായിക്കണ്ട, നമ്മൾ ആ ഭാഗം വായിക്കുമ്പം ഈ 7-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ച ചിന്തകൾ വരും. മരണ ശുശ്രൂഷ നീക്കം വരുന്നത് ആ മോശയുടെ മുഖ തേജസ് നിമിത്തം ഇസ്രായേൽ മക്കൾക്ക് അവൻ്റെ മുഖത്ത് നോക്കിക്കൂടാതെ വണ്ണം തേജസ് ഉള്ളതായിരുന്നു. നമുക്കറിയാം ആ ഭാഗം അല്ലേ? മോശ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് 10 കൽപ്പലകൾ വാങ്ങി വരുമ്പോൾ
ദൈവത്തിൻ്റെ സന്നിധിയിലിരുന്നു. അത് വളരെ തേജസ്സായിരുന്നു അല്ലേ? ഇസ്രായേൽ മക്കൾക്ക് നോക്കാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ അവരെന്തു ചെയ്തു? മൂടുപടമിട്ടു. മോശ മൂടുപടമിട്ടു. അപ്പോൾ ആ തേജസ്സിൻ്റെ പൂർണ്ണത ജനത്തിന് കാണാൻ പറ്റാതെ അവർ മൂടുപടമിട്ടിരുന്നു. പക്ഷേ ഓൾഡ് ടെസ്റ്റ്മെൻ്റ് അതായിരുന്നു, പഴയ നിയമത്തിൽ അതായിരുന്നു. യേശു കർത്താവ് വന്നപ്പോൾ എന്തു സംഭവിച്ചേ? യേശു ഇമ്മാനുവേലിൻ്റെ അർത്ഥം എന്താ? ദൈവം നമ്മോട് കൂടെ. അപ്പം ദൈവം നമ്മളോട് കൂടെ വസിക്കുക. അപ്പം ദൈവം നമ്മളോട് കൂടെ വസിക്കുമ്പോൾ നമുക്കുണ്ടാകേണ്ട ഒരു അനുഭവത്തെക്കുറിച്ച് താഴോട്ട് പറയുന്നു. അതെന്താ പറയുന്നത്? ആ 13ഉം 14ഉം വാക്യങ്ങൾ വായിക്കുക. നീങ്ങിപ്പോകുന്നതിന്റെ അന്തം ഇസ്രായേൽ മക്കൾ കാണാതെ വണ്ണം മോശ തന്റെ മുഖത്ത് മൂടുപടം ഇട്ടതുപോലെയല്ല. എന്നാൽ അവരുടെ മനസ്സ് കഠിനപ്പെട്ടുപോയി. പഴയ നിയമം വായിക്കുമ്പോഴൊക്കെയും ആ മൂടുപടം നീങ്ങാതെ ഇന്ന് വരെ ഇരിക്കുന്നുവല്ലോ. അത് ക്രിസ്തുവിൽ നീങ്ങിപ്പോകുന്നു. വായിച്ചാട്ടെ. മോശയുടെ പുസ്തകം വായിക്കുമ്പോൾ മൂടുപടം ഇന്നയോളം അവരുടെ ഹൃദയത്തിന്മേൽ കിടക്കുന്നു. കർത്താവിലേക്ക് തിരിയുമ്പോൾ മൂടുപടം നീങ്ങിപ്പോകും. കർത്താവ് ആത്മാവാകുന്നു. കർത്താവിന്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. ആമേൻ, സ്തോത്രം. ഈ പുതിയ നിയമത്തിലോട്ട് വരുമ്പം പഴയ നിയമത്തിനകത്തൊരു മൂടുപടമായിരുന്നു. അവിടെ വായിക്കുന്നത്, നിങ്ങൾ പഴയ നിയമം വായിക്കുമ്പം ഈ മൂടുപടമുണ്ട്. പക്ഷെ നിങ്ങൾ ക്രിസ്തുവിനെ, ആ പഴയ നിയമത്തിൽ എഴുതിയിരിക്കുന്ന ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ പഴയ നിയമത്തിലാണ്. പഴയ നിയമം വായിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ക്രിസ്തു വെളിപ്പെട്ട് വരണം നമ്മുടെ ഹൃദയത്തിനകത്ത്. അപ്പോൾ പഴയ നിയമത്തിനകത്ത് എപ്പോഴും മൂടുപടമായിരുന്നു, അതിൻ്റെ ക്ലിയർ വിഷൻ നമുക്ക് കിട്ടത്തില്ലായിരുന്നു. പക്ഷെ പുതിയ നിയമത്തിലോട്ട് വന്നപ്പം എന്തു പറ്റി? ക്രിസ്തുവിങ്കിലോട്ടാണ് നമ്മൾ തിരിഞ്ഞ്. അപ്പോൾ എന്തു പറ്റി? ആ മൂടുപടം മാറി. മൂടുപടം മാറിയിട്ട് എന്തോ പറ്റുന്നേ? തേജസ്സിൽ നിന്ന് തേജസ്സിലേക്ക് നമ്മൾ പോവുക. കർത്താവിലേക്ക് തിരിയുമ്പോൾ മൂടുപടം നീങ്ങിപ്പോവും. ദൈവമക്കളെ, ഈ പുതിയ നിയമത്തിൻ്റെ ഏറ്റവും വലിയ ശുശ്രൂഷ എന്തെന്നറിയാമോ? നമ്മുടെ മൂടുപടം മാറും. പ്രൈസ് ദി ലോർഡ്. നമ്മളിവിടെ വന്നിരിക്കുമ്പം ഇതാ പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷ. നിങ്ങൾ ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഇതേ ഉള്ളൂ പുതിയ നിയമത്തിലൊരു ശുശ്രൂഷ. മൂടുപടമില്ല, മൂടുപടം മാറും. നമ്മുടെ രഹസ്യങ്ങളിലെ മൂടുപടം മാറും. നമുക്കിവിടെ പുറമേ എല്ലാം കാണിക്കാം, എൻ്റെ ആത്മീയത പുറമേ കാണിക്കാം. പക്ഷേ യേശു അപ്പച്ചൻ്റെ അടുത്തേക്ക് വരുമ്പോൾ എന്തു പറ്റുമെന്ന് അറിയാമോ? കർത്താവ് ആ മൂടുപടം അങ്ങ് മാറ്റും. അപ്പോഴാണ് നമ്മൾ ഇന്ന് രാവിലെ കേട്ടതുപോലെ ദൈവം എൻ്റെ കുറവുകളെ ചൂണ്ടിക്കാണിക്കും. എൻ്റെ കുറവിൻ്റെ മുകളിൽ എനിക്ക് മൂടുപടം ഇടാൻ പറ്റത്തില്ല. മനസ്സിലാവുന്നു ഞാൻ പറയുന്നത്? പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷ അതാ. പുതിയ നിയമത്തിൽ ഞാൻ അനുഭവിക്കേണ്ടത് അതാ. ദൈവമേ, ഞാൻ മൂടുപടം ഇട്ട് വെച്ചിരിക്കുന്ന എൻ്റെ അനുഭവങ്ങളുണ്ട്, എൻ്റെ രഹസ്യങ്ങളുണ്ട്. കർത്താവിൻ്റെ സന്നിധിയിലോട്ട്, കർത്താവിങ്കിലോട്ട് തിരിയുമ്പോൾ എന്തുവാ? ആ മൂടുപടം മാറണം. അതാ കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. നമുക്ക് മൂടുപടമിട്ട് പലതും ചെയ്യാം അല്ലേ? നമ്മളോട് തന്നെ ഒന്ന് ദൈവമേ, ആ പുതിയ നിയമത്തിൻ്റെ ഉടമ്പടിയിലേക്ക് ഞാൻ വന്നെങ്കിൽ കർത്താവേ, മൂടുപടമിടാതെ, കർത്താവേ, ഞാൻ മൂടുപടമിട്ട് വെച്ചിരിക്കുന്ന ജീവിതത്തിൻ്റെ, ഹൃദയത്തിൻ്റെ മേഖലകളുണ്ട്, ആരും അറിയാതെ. കർത്താവേ, അതൊന്ന് കാണിച്ചു തരണമേ എന്ന് ദൈവത്തോട് പറ. ഇപ്പോഴും കാണാതെ പലതും ഉണ്ട് നമ്മുടെ ഹൃദയത്തിൽ. അത് ക്രിസ്തുവിങ്കിലോട്ട് അടുത്തടുത്ത് വരുമ്പോഴാ നമുക്കത് തിരിച്ചറിയാൻ പറ്റുന്നത്. അത് കർത്താവ് കാണിച്ചു തരുമ്പോൾ ഉണ്ടല്ലോ, അപ്പാ എന്നോട് ക്ഷമിക്കണേ, കൃപ തരണമേ എന്ന് പറയാനുള്ളൊരു താഴ്മയുള്ളൊരു ഹൃദയമാണ് നമുക്ക് വേണ്ടത്. ആമേൻ, സ്തോത്രം. അപ്പം ഈ ആത്മാവുള്ളിടത്ത് എന്തോ ഉണ്ട്? സ്വാതന്ത്ര്യമുണ്ട്. അപ്പൊ പഴയ നിയമത്തിൻ്റെ പ്രശ്നം എന്തുവായിരുന്നു അറിയാമോ? പഴയ നിയമത്തിൻ്റെ ശുശ്രൂഷ മരണ ശുശ്രൂഷയായിരുന്നു. അവിടെ എന്തോ എഴുതിയേക്കുന്നത്? മരണ ശുശ്രൂഷ. ആത്മാവിൻ്റെ ശുശ്രൂഷ അധികം തേജസ് ഉള്ളതാകെയില്ലയോ? ശിക്ഷാവിധിയുടെ ശുശ്രൂഷ തേജസ് ആകുന്നെന്നാണ് പറയുന്നത്. സോ അതും തേജസ്സാ, പക്ഷേ അത് ബോണ്ടേജിലാക്കും. ആത്മാവിൻ്റെ ശുശ്രൂഷ എന്തോ നമുക്ക് സ്വാതന്ത്ര്യം തരും. ഉറക്കമൊന്നും വരുന്നില്ലല്ലോ. സ്തോത്രം. ഞാനിങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. സ്തോത്രം. അപ്പം ശിക്ഷാവിധിയുടെ ശുശ്രൂഷയായിരുന്നു. അപ്പം ഞാനൊരു ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ അതിലോട്ടൊന്നും ഞാനൊരു പെരിഫറലായിട്ട് പറഞ്ഞു പോവുക. അപ്പം ശിക്ഷാവിധിയുടെ ശുശ്രൂഷ എന്തുമായിരുന്നു? പഴയ നിയമത്തിൽ ഉടനടിയായിരുന്നു ശിക്ഷ. ഞാൻ അതിൻ്റെ ജസ്റ്റ് ഒന്ന് പറയാം. നമ്മൾ മിരിയാമിൻ്റെ കാര്യം അറിയാം അല്ലേ? നമ്മൾ യഹൂദന്മാർ, ആ ഇസ്രായേൽ മക്കൾ മിരിയാം എന്തുവായിരുന്നു ചെയ്തത്? യഹൂദന്മാരുടെ നേതാവ് ആരായിരുന്നു? യേശു. നമ്മൾ മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായത്തിലോട്ട് നമ്മൾ വരും. അതിനു മുമ്പ്
ഈ യഹൂദന്മാര് അവർ ഭൂമിയിലുള്ള കാര്യങ്ങളായിരുന്നു ചിന്തിച്ചുകൊണ്ടിരുന്നത് അല്ലേ. യേശു കർത്താവ് വന്നപ്പോൾ അവർക്ക് അവരുടെ ലീഡറായിട്ട് യേശു അപ്പച്ചനെ അംഗീകരിക്കാൻ പറ്റിയില്ല. അവരുടെ ലീഡർ ആരായിരുന്നു? മോശ ഞങ്ങൾക്ക് ന്യായപ്രമാണം തന്നു എന്ന് അവർ പറഞ്ഞത്. അപ്പം അവരുടെ ലീഡർ ആരാ? മോശയായിരുന്നു അല്ലേ. അപ്പം ഈ മിരിയാമിന് എന്തു സംഭവിച്ചത്? മിരിയാം ആരെക്കുറിച്ചാ പറഞ്ഞേ? മോശയ്ക്ക് കുറിച്ച് പറഞ്ഞു. അപ്പം എന്തു പറ്റിയേ? മിരിയാമിന് കുഷ്ഠം വന്നല്ലേ, ഉട്ടനടിയായിരുന്നു അല്ലേ, ലെപ്രസി വന്ന് ശിക്ഷിച്ചു. പക്ഷെ നമ്മൾ പുതിയ നിയമത്തിൽ വേറെ കാര്യം വായിക്കുന്നു. യേശു അപ്പച്ചനോട് പരീശന്മാരെന്തുവെന്ന് പറയുന്നേ? ഭൂതങ്ങളുടെ തലവൻ എന്നാ പറഞ്ഞ. യേശു അപ്പച്ചൻ എന്തു ചെയ്ത്? അവർക്ക് ലെപ്രസി വരുത്തിയോ? ഇല്ല. സ്നേഹത്തിന്റെ ശുശ്രൂഷ, പുതിയ നിയമത്തിന്റെ ശുശ്രൂഷ, അത് ജീവനിലേക്ക് നമ്മളെ നയിക്കും. അവൻ നമുക്കറിയാം ഹാബേലിന്റെ രക്തം എന്തുവായിരുന്നു കാണിക്കുന്നത്? ന്യായവിധിയായിരുന്നു. പക്ഷെ പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ യേശു അപ്പച്ചൻ എന്തായിരുന്നു നമുക്ക് വേണ്ടി ചെയ്തത്? ക്ഷമയുടെ, സ്നേഹത്തിന്റെ. പ്രൈസ് ദി ലോർഡ്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കണം, പുതിയ നിയമത്തിന്റെ ശുശ്രൂഷ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആ സ്വാതന്ത്ര്യം നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ? നിങ്ങളുടെ അകത്ത മനുഷ്യൻ നിങ്ങളെ ബോണ്ടേജിലാക്കുന്ന ഏതെങ്കിലും മെസ്സേജുകൾ നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ ഓൺ ദ സ്പോട്ട് നിങ്ങൾ തിരിച്ചറിയണം, അത് ഇറ്റ്സ് നോട്ട് ഫ്രം ഗോഡ്. പുതിയ നിയമത്തിൽ നിങ്ങൾക്ക് ആത്മാവിൻ്റെ ഒരു സ്വാതന്ത്ര്യമാണ് ദൈവം തരുന്നത്. അതിൻ്റെ അർത്ഥം ദൈവം ശിക്ഷിക്കത്തില്ലെന്നല്ല. അവനിരിക്കുന്നത് നല്ലതാകിലും തീയതാകിലും ഒത്തവണ്ണം പ്രാപിക്കേണ്ടത് ഒരു ന്യായവിധിയുണ്ട്. കർത്താവ് ന്യായവിധിയുടെ ദൈവമാണ്, ന്യായം ഒക്കെ വിധിക്കും. പക്ഷെ ഈ ഭൂമിയിലായിരിക്കുമ്പം ദൈവവചനം കേൾക്കുമ്പോൾ നമ്മളെ ആ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലേക്ക് അടുപ്പിക്കുന്നുണ്ടോ? ആ ക്രിസ്തുവിൻ്റെ സ്വാതന്ത്ര്യം നിങ്ങളുടെ ആത്മാവിൽ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ? ഈ മീറ്റിംഗ് നിങ്ങൾ കഴിഞ്ഞു പോകുമ്പോൾ, ഒരു സൺഡേ കഴിഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്ക് ഭയമാണ് വരുന്നതെങ്കിൽ, ഐ ബിലീവ് അത് യേശു അപ്പച്ചനിൽ നിന്നല്ല. ഓരോ മീറ്റിംഗ് കഴിഞ്ഞു പോകുമ്പോഴും നമ്മുടെ ഉള്ളിൽ വരുന്നത് യേശു അപ്പച്ചൻ്റെ വലിയ സമാധാനമാണ്. നമ്മളോട് കൂടിയിരിക്കുന്ന, നമ്മളെ കരുതുന്ന ഒരു അപ്പച്ചൻ്റെ സ്നേഹം അനുഭവിച്ചറിയണം. ഈ ഒരു ഡിഫറൻസിയേഷൻ നമ്മൾ മനസ്സിലാക്കണം. അത് ശിക്ഷയുടെ ശുശ്രൂഷ, മരണ ശുശ്രൂഷ. നീതിയുടെ ശുശ്രൂഷയെ കുറിച്ച് പറയുന്നുണ്ട്. അതെന്താ പറയുന്നത്? ശിക്ഷാവിധിയുടെ ശുശ്രൂഷ, തേജസ്, അത് നല്ലതായിരുന്നു. പഴയ നിയമം നല്ലത് തന്നെ, അത് തേജസ്സേറിയത് തന്നെയാണ്. പക്ഷെ അതിലും ബെറ്റർ ആയിട്ടുള്ളൊരു ശുശ്രൂഷ പുതിയ നിയമത്തിലുണ്ട്. അതേതായിരുന്നു? നീതിയുടെ ശുശ്രൂഷയെ കുറിച്ചാണ് പറയുന്നത്. എന്താ നീതി? എന്താ നമുക്ക് നീതീകരണം സംഭവിച്ചത്? റോമാലേഖനം ഒന്ന് എടുത്താട്ടെ. റോമാലേഖനം 3-ാം അധ്യായം 23-ാമത്തെ വാക്യം. ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് ഇല്ലാത്തവരായി തീർന്നു. 24-ാമത്തെ വാക്യം കൂടെ. അവന്റെ കൃപയാൽ യേശുക്രിസ്തുവിന്റെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്. ആമേൻ, സ്തോത്രം. മരണശിക്ഷയ്ക്ക് മാത്രം വിധിക്കപ്പെട്ടവരായിരുന്നു നമ്മൾ. അപ്പം എന്താ സംഭവിച്ചതെന്നറിയാമോ? നമ്മൾ പാപികളായിരുന്നു. കർത്താവ് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ക്ഷമിച്ചു. പക്ഷെ നമ്മൾ നീതിമാന്മാരായില്ല. പക്ഷെ ദൈവം ആ ക്രൂശിലെ പുത്രന്റെ മരണത്താൽ നമ്മളെ നീതിമാന്മാരെന്ന് എണ്ണി ഡിക്ലെയർ ചെയ്ത് നമ്മളെ നീതിമാനാക്കി. പ്രൈസ് ദി ലോർഡ്. അതായിരുന്നു നീതിയുടെ ശുശ്രൂഷ. ഞാൻ ആ ഭാഗത്തിലോട്ട് വരും. അപ്പം മരണത്തിന് മാത്രം യോഗ്യരായിരുന്ന നമ്മളെ ദൈവരാജ്യത്തിന് അവകാശികളാക്കി തീർത്തത് ദൈവത്തിൻ്റെ നീതിയായിരുന്നു. ആമേൻ. ദൈവം നീതിമാനായ ദൈവമാണ്. പഴയ നിയമപ്രകാരം തെറ്റ് ചെയ്താൽ അന്നേരം മരണമാണ്, കൊന്നുകളയണം. ഹല്ലേലൂയ. നമ്മളെല്ലാവരും മരണശിക്ഷ അനുഭവിക്കേണ്ടവരായിരുന്നു. പക്ഷേ യേശു കർത്താവ്, നീതിമാനായ ദൈവം, പുത്രനായ യേശു ക്രിസ്തുവിനെ കാൽവറിയിൽ നമുക്ക് വേണ്ടി അയച്ചിട്ട് അവൻ്റെ നീതി നിമിത്തം നമ്മൾ നീതിമാന്മാരായി. ഇനി മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായത്തിലോട്ടൊന്ന് വന്നോട്ടെ. മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം. മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായത്തിൽ മുന്തിരിത്തോട്ടത്തിലെ വേലക്കാരെ കുറിച്ച് ഒരു കാര്യം പറയുന്നുണ്ട്. ആമേൻ, സ്തോത്രം. അതിന് 1-ാമത്തെ വാക്യം ഇങ്ങനെയാ വായിക്കുന്നത്, വായിച്ചാട്ടെ. സ്വർഗരാജ്യം തന്റെ മുന്തിരിത്തോട്ടത്തിൽ വേലക്കാരെ വിളിച്ചാക്കേണ്ടതിന് പുലർച്ചയ്ക്ക് പുറപ്പെട്ട വീട്ടുടയവനോട് സദൃശം. ആമേൻ, സ്തോത്രം. അത് മതി. ഈ പാരബിള് യേശുപ്പച്ചൻ പറയുന്നതിന് മുമ്പ് അതിനൊരു സന്ദർഭം ഉണ്ടായിരുന്നു. അത് മുമ്പിലത്തെ 19-ാം അധ്യായത്തിലുണ്ട്. 19-ാം അധ്യായത്തിൽ
പത്രോസ് അപ്പോസ്തലൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. 27-ാമത്തെ വാക്യം ഒന്ന് ചോദിച്ചാട്ടെ. പത്രോസ് അവനോട്, ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചുവല്ലോ, ഞങ്ങൾക്ക് എന്ത് കിട്ടുമെന്ന് ചോദിച്ചു. ആമേൻ. പത്രോസിന്റെ ഒരു ചോദ്യമായിരുന്നു, ഞങ്ങൾ സകലതും വിട്ട് നിന്നെ അനുഗമിച്ചല്ലോ, ഞങ്ങൾക്ക് എന്ത് കിട്ടും? എന്ത് കിട്ടും? ആരാ ചോദിക്കുന്നേ? പത്രോസ്, യേശുപ്പച്ചൻ്റെ ശിഷ്യനാ. യേശുപ്പച്ചൻ്റെ ശിഷ്യൻ. അവൻ എല്ലാം വിട്ടിട്ട് തന്നെ വന്നേ. എന്നിട്ടും പത്രോസിന്റെ ചോദ്യം, ഞങ്ങൾക്ക് എന്ത് കിട്ടും? ഈ ചോദ്യം ചോദിക്കാനൊരു റീസൺ ഉണ്ട്. അതിൻ്റെ 19-ാം അധ്യായത്തിൻ്റെ 19-16 മുതൽ നമ്മൾ വായിക്കുമ്പം ഒരു ധനികനായ ഒരു പ്രമാണി, ഞാനത് പറയാം, നമുക്കറിയാം അല്ലേ, ധനികനായ ഒരു പ്രമാണി വന്ന് യേശുപ്പച്ചനോട് സംസാരിക്കുക. അവൻ പറയുന്നത് എന്താ പറയുന്നത്? നല്ലവൻ ഒരുത്തനേ ഉള്ളൂ, ജീവൻ കടക്കുവാൻ അവൻ നല്ല ഗുരുവേ എന്നാ പറയുന്നത് അല്ലേ. ഒരുത്തൻ വന്ന്, ഗുരു, നിത്യജീവനെ പ്രാപിക്കുവാൻ ഞാൻ എന്ത് നന്മ ചെയ്യണം എന്ന് ചോദിച്ചു. അപ്പം അവൻ പറഞ്ഞത് എന്തോന്നറിയാമോ? ആമേൻ. യേശുപ്പച്ചൻ പറഞ്ഞു, കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, അപ്പനെ അമ്മയെ ബഹുമാനിക്കുക, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുക എന്നിവ തന്നെ എന്ന് പറഞ്ഞു. 20-ാമത്തെ വാക്യം, യൗവനക്കാരൻ അവനോട്, ഇവയൊക്കെയും ഞാൻ പ്രമാണിച്ചു പോരുന്നു എന്ന് പറഞ്ഞു. സ്തോത്രം. വളരെ റിലീജിയസ് ആയിട്ടുള്ളൊരു മനുഷ്യൻ അല്ലേ, ഭക്തനവൻ. അവൻ പറഞ്ഞിരിക്കുന്ന കാര്യം, കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, അപ്പനെ അമ്മനെ ബഹുമാനിക്കുക, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുക. ആമേൻ. നമ്മൾ ചെയ്യാത്തൊരു കാര്യമായിരുന്നു, അതും താൻ ചെയ്തു. ആമേൻ. എന്നിട്ട് യേശുപ്പച്ചൻ പറയുന്നൊരു ഭാഗമാണ്, ഒരു കുറവ് നിനക്ക് ഉണ്ട്. എന്താ? നിനക്കുള്ളത് സദ്ഗുണപൂർണനാകുവാൻ ഇച്ഛിക്കുന്നു എങ്കിൽ നീ നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. അപ്പം ആ ധനികനായ പ്രമാണി എന്താ ഫോളോ ചെയ്തതെന്നറിയാമോ? ന്യായപ്രമാണമായിരുന്നു. അവൻ വിചാരിച്ചു ഇതെല്ലാം ഫോളോ ചെയ്താൽ നിത്യതയിൽ കയറാമെന്ന്. ന്യായപ്രമാണം ഫോളോ ചെയ്ത് നിങ്ങൾ സ്വർഗത്തിൽ കയറാമെന്ന്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്ത് സ്വർഗത്തിൽ കയറാമെന്ന് വിചാരിക്കരുത്. അങ്ങനെ ചെയ്യുമ്പം വേറൊന്നും ഞാൻ തെറ്റിപ്പോകും. ഇവൻ ഇതെല്ലാം ചെയ്തു, പക്ഷെ അവൻ്റെ ഹൃദയം എവിടെയായിരുന്നു? പണത്തിലായിപ്പോയി. അവിടെ എഴുതിയേക്കുന്ന, അവൻ വലിയ ധനികനായതുകൊണ്ട് അവൻ ദുഃഖിച്ച് പോയെന്നാ പറയുന്നത്. സ്തോത്രം. ഈ ന്യായപ്രമാണം നമ്മൾ ഫോളോ ചെയ്യുന്ന ഈ റൂൾസ് ആൻഡ് ഈ ആത്മാവിൻ്റെ ഗൈഡൻസ് ഇല്ലാതെ നമുക്ക് ഈ ക്രിസ്ത്യ ജീവിതം നയിക്കാൻ പറ്റത്തില്ല. റൂൾസോ എന്തെങ്കിലുമൊക്കെ ചെയ്ത്, എന്തെങ്കിലുമൊക്കെ സെറ്റ് ഓഫ് തിങ്സ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമോ? എഴുതി ഇത് ഞാൻ ചെയ്തു, ഇത് നോ. അതുകൊണ്ടാണ് പൗലോസ് ശിഷ്യന്മാർ യേശുപ്പച്ചനോട് ചോദിക്കുന്നത്, ഇതെങ്ങനെ സാധിക്കും? അത് കേട്ട് ശിഷ്യന്മാർ ഏറ്റവും വിസ്മയിച്ചു. എന്നാൽ രക്ഷിക്കപ്പെടുവാൻ ആർക്ക് കഴിയുമെന്ന് ചോദിച്ചു. ആമേൻ. ആർക്ക് കഴിയും? ഇത് വളരെ കഠിനമാണ്, ഈ ന്യായപ്രമാണം ഫോളോ ചെയ്ത്. അപ്പം കർത്താവ് പറയുന്ന ഒരു ഭാഗമായിരുന്നു, നിങ്ങൾ നിത്യതയിൽ, നിങ്ങൾ പുനർജനനത്തിൽ മനുഷ്യപുത്രൻ തന്റെ മഹത്വത്തിന്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങളും 12 സിംഹാസനത്തിൽ ഇരുന്ന് ഇസ്രായേൽ ഗോത്രം 12-നും ന്യായം വിധിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവം പറഞ്ഞു, നിനക്ക് പ്രതിഫലം ഉണ്ട്, നിനക്ക് പ്രതിഫലം ഉണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് അതിന്റെ അവസാനം ഇങ്ങനെ 30-ാമത്തെ വാക്യം എഴുതിയേക്കുന്നത്, എങ്കിലും മുമ്പന്മാർ പലർ മുമ്പന്മാരുമാകും എന്ന ഒരു വാണിങ്ങോടുകൂടി അത് നിർത്തുന്നത്. എന്നിട്ട് കർത്താവ് ഈ പാരബിൾ പറയുക, നമ്മളെ വായിച്ച മുന്തിരിത്തോട്ടത്തിന്റെ പാരബിളിലോട്ട് കയറുക. നമുക്ക് വളരെ പരിചയമുള്ളൊരു ഭാഗമാണ്. അപ്പം ഇതിനെക്കുറിച്ച് വളരെ വ്യത്യസ്തമായ വ്യാഖ്യാനങ്ങളും ഒക്കെയുണ്ട്. ബട്ട് എൻ്റെ ഹൃദയത്തിൽ തോന്നിയൊരു ചിന്തയാണ് ഞാൻ പറയുന്നത്. അപ്പം അതിൻ്റെ 2-ാമത്തെ വാക്യം ഞാനിങ്ങനെ പറയാം. അതിൻ്റെ 2-ാമത്തെ വാക്യം, വേലക്കാരൻ അവൻ ദിവസത്തേക്ക് ഓരോ വെള്ളിക്കാശ് പറഞ്ഞൊത്തിട്ട് അവരെ മുന്തിരിത്തോട്ടത്തിൽ അയച്ചു. 3-ാം മണി നേരത്തും പുറപ്പെട്ടു. മറ്റു ചിലർ ചന്തയിൽ മെനക്കെട്ട് നിൽക്കുന്നത് കണ്ടു. നിങ്ങൾ മുന്തിരിത്തോട്ടത്തിൽ പോകുവിൻ, ന്യായമായത് തരാമെന്ന് അവരോട് പറഞ്ഞു. ആമേൻ. സ്തോത്രം. അപ്പം ഈ യജമാനൻ വീട്ടുടയവൻ വന്നിട്ട് വേലക്കാരോട് മുന്തിരിത്തോട്ടത്തിലോട്ട് പോകാനായിട്ട് പറഞ്ഞു. അപ്പം അതിരാവിലെ പോയവരോട് എന്തു പറഞ്ഞു? നിങ്ങൾക്ക് ഒരു വെള്ളിക്കാശ് തരാമെന്ന് പറഞ്ഞു. 3-ാം മണി നേരത്ത് ചിലർ എവിടെ നിൽക്കുന്നത് കണ്ടു? ചന്തയിൽ മെനക്കെട്ട് നിൽക്കുന്നത് കണ്ടു. അവരോടും പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ എന്ത് തരുന്നത്? ന്യായമായത് തരാം. പിന്നീട് അടുത്ത ആരാ വന്നേ? 6-ാം മണി നേരത്തും 9-ാം മണി നേരത്തും കുറച്ച് പേര് നിൽക്കുന്നുണ്ട്. അവരോടും ഇത് തന്നെ പറഞ്ഞു, നിങ്ങൾക്ക് ന്യായമായത് തരാം. പിന്നെ 11-ാം മണി നേരത്ത്, അതായത് ലാസ്റ്റ് അവർ, 1 മണിക്കൂറൂടെ ഉള്ളൂ ബാക്കി ആ ദിവസം തീരാൻ.
അവരോട് ചോദിച്ചു, ഇവിടെ പകൽ മുഴുവൻ മിനക്കെട്ട് നിൽക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു. അവരെന്തു പറഞ്ഞു? ഞങ്ങളെ ആരും കൂലിക്ക് വിളിക്കായക കൊണ്ട് അത്രയെന്ന് അവർ പറഞ്ഞപ്പോൾ നിങ്ങൾ മുന്തിരിത്തോട്ടത്തിലേക്ക് ചെല്ലുവിൻ എന്ന് അവരോട് പറഞ്ഞു. നിങ്ങൾ മുന്തിരിത്തോട്ടത്തിലേക്ക് ചെല്ലുവീൻ എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇവരെ എല്ലാം വിളിച്ചത് മുന്തിരിത്തോട്ടത്തിലോട്ട് എന്തിനോട്ടാ വിളിച്ചേ? മുന്തിരിത്തോട്ടം കാണാനാണോ വിളിച്ചേ? മുന്തിരിങ്ങ പറിച്ച് തിന്നാനാണോ? അല്ല, വേല ചെയ്യാനാ വിളിച്ചേ, അല്ലേ? അപ്പം വേല ചെയ്യാന്ന് പറഞ്ഞ മുന്തിരിത്തോട്ടത്തിൽ എന്തൊക്കെയാ വേലയുള്ളേ? മുന്തിരി നടണം, നനയ്ക്കണം, അതിനെ കാക്കണം. അപ്പം ഈ ഒരു സിസ്റ്റം നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ ഈ പറഞ്ഞ ഈ പാരബിളിൻ്റെ ഞാൻ എൻ്റെ ഹൃദയത്തിൽ വന്നൊരു ചിന്ത ഞാൻ പറയുക. നിങ്ങൾ ഈ സിസ്റ്റം ഒന്ന് മനസ്സിലാക്കുക. നിങ്ങളെ എവിടുന്നാ വിളിച്ചേ? എന്തിനാ വിളിച്ചേ? നമുക്കൊരു ജോലിയുണ്ട്, വളരെ സീരിയസ് ആയിട്ടുള്ള ജോലിയാണ്. ആമേൻ. അത് എന്താ? നമ്മൾ നനയ്ക്കണം, കാക്കണം, പ്രൊട്ടക്റ്റ് ചെയ്യണം. നമ്മുടെ ആത്മാവിനെ തന്നെ ഈ വേല ചെയ്യുമ്പോൾ നമ്മളെ തന്നെ ഒന്ന് സംരക്ഷിക്കണ്ടേ, അല്ലേ? നമ്മൾ വേല ചെയ്യുമ്പോൾ നമ്മൾ തളർന്നു പോകും, അല്ലേ? നമ്മൾ വെള്ളം കുടിക്കണം, അല്ലേ? എന്താ അത് കാണിക്കുന്നതെന്ന് അറിയാമോ? നമ്മളൊരു പഴയ സിസ്റ്റത്തിൽ നിന്ന് ദൈവരാജ്യത്തിൻ്റെ സിസ്റ്റത്തിലോട്ട് വന്നു. നമ്മൾ വളരെ സീരിയസ് ആയിരിക്കണം. നമ്മളെ തന്നെ ഒന്ന് സൂക്ഷിക്കണം. ചെയ്യേണ്ട വേല ചെയ്യണം. അവിടെ ഒരു ഭാഗമുണ്ട്, 3-ാം നേരത്ത് വന്നവരെ കുറിച്ച് പറയുന്നുണ്ട്. അവരെവിടെയാണ് നിന്നെന്നറിയാമോ? ചന്തയിൽ മെനക്കെട്ട് നിന്നവരാ. ചന്തയിൽ എന്താ നടക്കുന്നതെന്ന് അറിയാമോ? ചന്തയിൽ എന്താ നടക്കുന്നത്? ട്രേഡിംഗ് അല്ലേ, ബിസിനസ്സാ. ചന്തയിൽ എന്താ നടക്കുന്നത്? ബഹളം, അല്ലേ? നമ്മൾ ചന്തയിൽ പോയിട്ടില്ലേ? മാർക്കറ്റിൽ പോകുമ്പോൾ എന്തുവാ? പൈസ കൊടുത്താൽ കിട്ടും. ദൈവമക്കളെ, ആ സിസ്റ്റത്തിൽ നിന്നാണ് ദൈവം നമ്മളെ വിളിച്ചത്. സഭയ്ക്കകത്ത് വരുമ്പോൾ ആ സിസ്റ്റം ഇല്ല. സഭയിൽ ട്രേഡിംഗ് ഇല്ല. ഞാനിത് ദശാംശം അതിൻ്റെ ഒരു ഭാഗമാണ്. പലരും പ്രസംഗിന്ന് കേട്ടിട്ടുണ്ട്. 10 നമ്മൾ കൊടുക്കും, 10 അങ്ങ് വെച്ചേക്കുന്നതേ ഉള്ളൂ. 10% എന്നുള്ളത് നിങ്ങൾ 10 അങ്ങ് കൊടുക്കെന്ന് പറഞ്ഞ് വെച്ചേക്കുന്നത്. നമ്മൾ മുഴുവനും കൊടുക്കണം. എനിക്ക് കിട്ടിയത് മൊത്തം ദൈവത്തിൻ്റെയാണ്. 10 കൊടുത്തല്ലോ, അതുകൊണ്ടൊരു നിയമം വെച്ചേക്കുന്നതേ ഉള്ളൂ. പക്ഷെ അതിൻ്റെ ആറ്റിറ്റ്യൂഡാണ്, നമ്മുടെ ആ മോട്ടീവാണ് ദൈവം നോക്കുന്നത്. എനിക്ക് എന്തെങ്കിലും കിട്ടുമെന്ന് പറഞ്ഞ് ദൈവത്തിന് കൊടുക്കരുത് ദൈവമക്കളെ. ഞാൻ ഇവിടെ വന്ന് സ്തുതിക്കുന്നതും സ്തോത്രം ചെയ്യുന്നതും ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും കിട്ടാനല്ല. മനസ്സിലായോ? ഞാൻ ഉപവസിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും അതല്ല നമ്മുടെ സാക്ഷ്യം ദൈവമക്കളെ. ഞാൻ ഉപവസിച്ച് എന്തെങ്കിലും കിട്ടിയെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് വരാൻ പറ്റുമോ? ആ സിസ്റ്റത്തിൻ്റെ ഡിഫറൻസ് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞ ചിന്ത മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ദൈവത്തിന് എന്തെങ്കിലും കൊടുത്ത് ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും വാങ്ങാമെന്നുള്ള ചിന്ത മാറിപ്പോകണം. ഇതൊരു പുതിയ സിസ്റ്റം, നീതിയുടെ സിസ്റ്റം. എന്നിട്ട് 9-ാമത്തെ വാക്യത്തിൽ എന്താ പറയുന്നത്? അങ്ങനെ 11-ാം മണി നേരത്ത് 8-ാം വാക്യത്തിൽ പറയുന്നു, ഉടയവൻ പറഞ്ഞു ഇവരെല്ലാം വിളിച്ച് പിമ്പന്മാർ തുടങ്ങി മുമ്പന്മാർ വരെ അവർക്ക് കൂലി കൊടുക്ക എന്ന് പറഞ്ഞു. അങ്ങനെ 11-ാം മണി നേരത്ത് വന്നവർ ചെന്ന് ഓരോ വെള്ളിക്കാശ് വാങ്ങി. മുമ്പന്മാർ വന്നപ്പോൾ തങ്ങൾക്ക് അധികം കിട്ടുമെന്ന് നിരൂപിച്ചു. അവർക്ക് ഓരോ വെള്ളിക്കാശ് കിട്ടി. അത് വാങ്ങിയിട്ട് അവർ വീട്ടുടയവന്റെ നേരെ പിറുപിറുത്തു. ഈ പിമ്പന്മാർ 1 മണി നേരം മാത്രം വേല ചെയ്തിട്ടും നീ അവരെ പകലത്തെ ഭാരവും വെയിലും സഹിച്ച് ഞങ്ങൾക്ക് സമമാക്കിയല്ലോ എന്ന് പറഞ്ഞു. ആമേൻ, സ്തോത്രം. ഇവിടെയായിരുന്നു പ്രശ്നം. ഇവര് ദൈവവുമായിട്ടൊരു എഗ്രിമെന്റ് ഉണ്ടാക്കി. ആമേൻ. അവര് വിചാരിച്ചു ഇവർക്ക് കൂടുതൽ കിട്ടുമെന്ന്. ഇവരെന്തോ പറഞ്ഞു? ഞങ്ങൾ ഒത്തിരി അധ്വാനിച്ചു, വെയിൽ കൊണ്ടു, വി നീഡ് മോർ. ആമേൻ. ഇവിടുത്തെ ഒരു ഡേഞ്ചർ എന്താണെന്നറിയാമോ? ഈ നമ്മുടെ പിള്ളേരോട് പറയാം, ക്രിസ് മോനെ, നിങ്ങൾ ഒത്തിരി മെസ്സേജ് കേൾക്കും, ഞാൻ എൻ്റെ കാര്യം നോക്കാമോ എന്നും പറഞ്ഞ് ദൈവവേലയ്ക്ക് വേണ്ടി ഇറങ്ങും, അല്ലേ? ചിലരൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? ഞാൻ ദൈവത്തോട് പറഞ്ഞു, ഞാൻ നിൻ്റെ കാര്യം നോക്കാം, നീ എൻ്റെ കാര്യം നോക്കണം. എന്നിട്ട് എന്തോ ആയി? എനിക്കിപ്പം 2 നില വീടുണ്ട്, ഞാൻ അമേരിക്കയിൽ പോകുന്നു, ദൈവം എൻ്റെ കാര്യം നോക്കി. എഗ്രിമെൻ്റ് വെച്ചു. കർത്താവിൻ്റെ വേല എഗ്രിമെൻ്റ് വെച്ച് ഇറങ്ങാനുള്ളതല്ല. കർത്താവിനെ നമ്മൾ ഇറങ്ങി തിരിച്ചത് ഒരു എഗ്രിമെൻറ്റും ഇല്ലാത്ത, ദൈവവുമായിട്ട് എനിക്ക് ഒരു എഗ്രിമെൻറ്റും ഇല്ലപ്പാ, അങ്ങയ്ക്ക് വേണ്ടി മരിക്കാൻ ഞാൻ തയ്യാറാണെന്ന് പറയുന്നൊരു കൂട്ടത്തെയാണ് വേണ്ടത്. എത്ര പേര് തയ്യാറാകുന്നു? ദൈവമേ, അങ്ങിൽ നിന്ന് ഞാൻ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല, എനിക്ക് അങ്ങിൽ നിന്നൊന്നും വേണ്ട, കാരണം അങ്ങ് എനിക്ക് വേണ്ടി ക്രൂശിൽ ചെയ്തത് ഓർക്കുമ്പോൾ ഇതിനൊന്നും എനിക്ക് യോഗ്യതയില്ല. ഈ ലോകം മുഴുവനും അങ്ങനെയാണ് ദൈവമക്കളെ. നമുക്ക് എന്ത് കിട്ടുമെന്നും പറഞ്ഞിട്ടാണ് വരുന്നത്. അവിടെ എന്തോ സംഭവിച്ചതെന്ന് അറിയാമോ? അങ്ങനെ പ്രതീക്ഷിച്ചിറങ്ങിയവർക്ക് ജലസിയായി, മറ്റുള്ളവരെ വെച്ച് കമ്പയർ ചെയ്യാൻ തുടങ്ങി.
അപ്പൊ ആ ഉടയവൻ പറയുന്നത്, നിന്നോട് എനിക്കിഷ്ടമുള്ളത് ഞാൻ ചെയ്യുന്നു. നീ എന്നോട് ഒരു പണം പറഞ്ഞൊത്തില്ലയോ? നിന്റേത് വാങ്ങിപ്പോയിക്കൊള്ളുക. നിനക്ക് തന്നതുപോലെ ഈ പിമ്പനും കൊടുപ്പാൻ എനിക്ക് മനസ്സ്. എനിക്ക് ഉള്ളതിനെ കൊണ്ട് മനസ്സുപോലെ ചെയ്യുവാൻ എനിക്ക് ന്യായമില്ലയോ? ആമേൻ. ഞാൻ അതിന്റെ അവസാന വാക്യം ഞാൻ നല്ലവനാകൊണ്ട് നിന്റെ കണ്ണ് കടിക്കുന്നുവോ? ആമേൻ. ഇങ്ങനെ പിമ്പന്മാർ മുമ്പന്മാരും മുമ്പന്മാർ പിമ്പന്മാരുമാകും. ആമേൻ. സ്തോത്രം. അവർക്ക് എന്തു പറ്റിയെന്നറിയാമോ? അവരുടെ ജീവിതയാത്രയിൽ അവർ സ്വയനീതിക്കാരായി. അവര് ഒരു എഗ്രിമെന്റ് ഒക്കെ വെച്ച് ഇറങ്ങി. അവർ പറഞ്ഞു, ഞങ്ങൾ വെയിൽ കൊണ്ടു അധ്വാനിച്ചു. ദൈവമക്കളെ, ഇത് നമുക്കൊരു വലിയ വാണിങ്ങാണ്. നമ്മൾ കർത്താവിനെ തപ്പി ഇറങ്ങി, കർത്താവിൻ്റെ ശബ്ദം കേട്ടിറങ്ങി. ഒത്തിരി നാൾ നമ്മളിങ്ങനെ അങ്ങ് പോയി കഴിയുമ്പോൾ നമുക്ക് എന്തോ ഉണ്ടാവുമെന്നറിയാമോ? അതാ പറഞ്ഞ സ്പിരിച്വൽ പ്രൈഡ്. നമ്മളുടെ ഇടയിൽ ഒരു സ്വയനീതി വരും. ദൈവത്തിൻ്റെ സന്നിധിയിലോട്ട് ചെന്ന് നിൽക്കുമ്പം, ഞാൻ ഉപവസിച്ചു, ഞാൻ 21 ഇരുന്നു, രാത്രിയുടെ യാമങ്ങളിൽ ഞാൻ 2-3 മണിക്കൂർ ഇരുന്നു, ദൈവമേ എനിക്കിത് തന്നില്ലല്ലോ, മറ്റവൻ അത് കൊടുത്തല്ലോ. ദൈവമക്കളെ, ഞാനൊരു കാര്യം പറയാം. 30 വർഷമായ ആളും രക്ഷിക്കപ്പെട്ട ആളും ഇന്നലെ രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ടവനും കർത്താവിൻ്റെ സന്നിധിയിലോട്ട് വരുമ്പം ഒറ്റ കാര്യമുള്ളൂ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തില. പിതാവായ ദൈവം നോക്കുന്നത് ക്രിസ്തു ഉണ്ടോ. അപ്പച്ചൻ്റെ മുമ്പിൽ നമുക്ക് നിൽക്കുവാൻ നമ്മുടെ നീതി പറ്റത്തില്ല. യേശു അപ്പച്ചൻ്റെ നീതിയേ ഉള്ളൂ. ഇതാ പുതിയ നിയമത്തിൻ്റെ കോറെന്ന് പറയുന്നത്. ഇതിനകത്ത് നമ്മൾ ഉറക്കണം ദൈവമക്കളെ. നമ്മുടെ സ്വയനീതിയിൽ യേശു അപ്പച്ചൻ്റെ അടുത്ത് വരാൻ പറ്റത്തില്ല. യേശു അപ്പച്ചനോട് ഓരോ നിമിഷവും, നിങ്ങൾ 30-40 വർഷമായി കാണും, ഉപവസിക്കുന്നവരായിരിക്കാം. അതിൻ്റെ അർത്ഥം ഉപവസിക്കുന്നുണ്ടെന്നല്ല ഞാൻ പറയുന്നത്, പ്രാർത്ഥിക്കേണ്ടെന്നല്ല പറയുന്നത്. ഈ പ്രാർത്ഥന ഉപവാസം ഒക്കെ ആവശ്യമാണ്. പക്ഷെ അതിൻ്റെ ബേസിൽ എനിക്ക് ദൈവത്തിൻ്റെ സന്നിധി പോകാൻ പറ്റത്തില്ല. എൻ്റെ ദൈവത്തിൻ്റെ സന്നിധി പോകണമെങ്കിൽ ആ ക്രൂശിൻ്റെ നീതിയിൽ ആശ്രയിച്ച് മാത്രമേ എനിക്ക് പോകാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ ആ നീതിയുടെ ആ ഭാവം അങ്ങ് നിർത്തുക. എന്നിട്ട് അടുത്ത എന്തു പറയുന്നത്? നമ്മൾ വായിച്ച കൊരിന്ത്യർ ലേഖനത്തിൽ എന്തുവായിരുന്നു വായിച്ചേ? ആത്മാവിന്റെ ശുശ്രൂഷ അധികം തേജസ്സുള്ളതാകെയില്ലയോ? ആമേൻ. ആത്മാവിന്, ഞാൻ ഈ ഭാവം കൂടെ പറഞ്ഞിട്ട് നിർത്തും. ആത്മാവിന്റെ ശുശ്രൂഷ അധികം തേജസ്സുള്ള. ആത്മാവിന്റെ ഒരു ശുശ്രൂഷയുണ്ട് ദൈവമക്കളെ. കർത്താവ് നമ്മളെ നീതിമാനെന്ന് എണ്ണി, ആമേൻ, നീതിമാനായിട്ട് ഡിക്ലെയർ ചെയ്തു. എന്നാലും നമ്മൾ ഈ ജഡത്തിൽ ജീവിക്കുന്നത് കൊണ്ട് അനുദിനം നമ്മൾ ക്രിസ്തുവിൻ്റെ നീതിയിൽ ജീവിക്കണമെങ്കിൽ, ആ സാങ്ക്ടിഫിക്കേഷൻ നമ്മളിൽ വരണമെങ്കിൽ നമുക്ക് എന്തു വേണം? റോമലേഖനം 8-ാം അധ്യായം പറയുന്ന ആത്മാവിലുള്ളൊരു ജീവിതത്തെക്കുറിച്ചാണ്. ആത്മാവിലുള്ള ജീവിതം അതെന്തുവായിരുന്നു? മുന്നറിഞ്ഞവരെ. റോമലേഖനം 8-ാം അധ്യായത്തിന്റെ 29-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപനാകുവാൻ മുൻ നിയമിച്ചുമിരിക്കുന്നു. മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. ആമേൻ. നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. ആ തേജസ്കരണത്തിലേക്കുള്ള യാത്രയിൽ, ആ സാങ്ക്ടിഫിക്കേഷൻ്റെ പ്രോസസ്സിൽ ക്രിസ്തുവിൻ്റെ നീതി, എൻ്റെ നീതിയല്ലപ്പാ, ഞാൻ മരിക്കുന്നു, ക്രിസ്തുവിൻ്റെ നീതി എന്നിൽ വരണമെന്ന് പറയണമെങ്കിൽ നമുക്ക് എന്തോ വേണം? പരിശുദ്ധാത്മാവ് വേണം. കഴിഞ്ഞൊരു ദിവസം ജസ്റ്റിൻ അതിൻ്റെ പ്രാക്ടിക്കൽ ആത്മാവിൻ്റെ നിറവിനെ കുറിച്ച് പറഞ്ഞിരുന്നു. പ്രാക്ടിക്കൽ സിനാരിയോ, ഹൗ വി വാക്ക് വിത്ത് ലോർഡ്. പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ഞാൻ വളരെ സിമ്പിളായിട്ടൊരു കാര്യം, എഹെസ്കേലിൻ്റെ പുസ്തകം എടുത്താട്ടെ. എഹെസ്കേലിൻ്റെ പുസ്തകം 47-ാമത്തെ വാക്യം, 47-ാം അധ്യായം, 47-3-4-5. ആ പുരുഷൻ കയ്യിൽ ചരടുമായി കിഴക്കോട്ട് നടന്നു, 1000 മുഴം അളന്നു, എന്നെ വെള്ളത്തിൽ കൂടി കടക്കുമാറാക്കി. വെള്ളം നരിയാണിയോളമായി. അവനെ പിന്നെയും 1000 മുഴം അളന്നു, എന്നെ വെള്ളത്തിൽ കൂടി കടക്കുമാറാക്കി. വെള്ളം മുട്ടോളമായി. അവൻ പിന്നെയും 1000 മുഴം അളന്നു, എന്നെ കടക്കുമാറാക്കി. വെള്ളം അരയോളമായി. അവൻ പിന്നെയും 1000 മുഴം അളന്നു. അതെനിക്ക് കടപ്പാൻ വഹിയാത്തൊരു നദിയായി, വെള്ളം പൊങ്ങി നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വഹിയാത്ത ഒരു നദിയായി തീർന്നു. ആമേൻ. സ്തോത്രം. ഈ ഒരു നിറവാണ് നമുക്ക് ആവശ്യം, പരിശുദ്ധാത്മാവിൻ്റെ നിറവ്. ആദ്യം എവിടെയായിരുന്നു? നരിയാണി. ഓക്കെ, വെള്ളത്തിൽ നിൽക്കുക. നരിയാണി നിന്ന് നിൽക്കുമ്പോൾ അവനെന്തോ നടക്കാം അല്ലേ, ഗ്രൗണ്ടിൽ കൂടെ നടന്നു പോവാം. ചൂടെ ചെന്നപ്പോൾ എന്തുവായി? മുട്ടോളമായി. വീണ്ടും നടക്കാം അല്ലേ. അരയോളമായി. അരയോളമായപ്പോഴും എന്തുവാ? നടക്കാൻ പറ്റും. ഫുള്ള് കവർ ചെയ്തപ്പോൾ എന്തു പറ്റി? പിന്നെ നടക്കാൻ പറ്റുന്നില്ല. അതാണ് പരിശുദ്ധാത്മാവിൻ്റെ നിറവ്. വളരെ സിമ്പിളാണ്. എന്തുവെന്നറിയാമോ?
എൻ്റെ സ്വയം പൊട്ടണം. ആമേൻ. ഈ ലോകത്തിലേക്ക്, ആ ഗ്രൗണ്ട് ഉണ്ടല്ലോ, ലോകത്തിലേക്ക് വലിക്കുന്ന, എനിക്ക് നിൽക്കാൻ പറ്റുമെന്ന് കഴിയുന്നൊരു സ്വയനീതിയുണ്ട്. അത് മാറണമെങ്കിൽ ആത്മാവിൽ നിറയണം, ആത്മാവിൽ നീന്തണം. അത്ര സിമ്പിളാണ് പരിശുദ്ധാത്മാവിൻ്റെ ആ നിറവെന്ന് പറയുന്നത്. ലോകത്തിൽ ആ ഗ്രൗണ്ടാകുന്ന ലോകമുണ്ടല്ലോ, ആത്മനിറവെന്ന് പറഞ്ഞ് നമ്മളിവിടെ കിടന്ന്, ആത്മാവിന് മാനിഫെസ്റ്റേഷനുണ്ട്. ഞാൻ സ്തുതിക്കും, അന്യഭാഷ പറയും, അതൊക്കെ ഉണ്ട്. പക്ഷെ അത് മാത്രമല്ല, ആ മാനിഫെസ്റ്റേഷൻ വന്നു കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നതെന്ന് അറിയാമോ? ലോകത്തിൽ നിന്ന് ഞാൻ മാറുക. ഈ ലോകത്തെ ഞാൻ അങ്ങ് വെറുക്കും, ലോകത്തിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആകും. അതിനെ ആത്മനിറവ് എന്ന് പറയുന്നത്. നീതീകരിക്കപ്പെട്ട ഞാൻ ആത്മാവിൻ്റെ അനുദിനമുള്ള ശുശ്രൂഷയിൽ യാത്ര ചെയ്യണം. ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങൾക്ക് തരുമെന്നാണ് പറയുന്നത്. നമുക്ക് ആ നിറവ് വേണോ? എൻ്റെ സ്വയനീതി പൊട്ടണമെങ്കിൽ ആ പരിശുദ്ധാത്മാവിൻ്റെ നിറവുണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. ഈ ലോകത്തിൽ നിന്ന് എനിക്കൊന്ന് ഡിറ്റാച്ച് ചെയ്ത് മാറണമെങ്കിൽ ആ പരിശുദ്ധാത്മാവിൻ്റെ നിറവുണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. പ്രൈസ് ലോർഡ്. നമ്മൾ ആ വായിച്ച വേദഭാഗത്തിൻ്റെ 18-ാമത്തെ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്: എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിൻ്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിൻ്റെ ദാനമായി തേജസ്സിൻ്റെ മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടും. പ്രൈസ് ലോർഡ്. ദൈവമക്കളെ, ഇതായിരുന്നു ഇന്നത്തെ മെസ്സേജ്. നമ്മൾ തേജസ്സിൻ്റെ മേൽ തേജസ് പ്രാപിച്ച് രൂപാന്തരപ്പെടും അനുദിനം. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ. യേശുവപ്പച്ചൻ്റെ നീതിയിൽ ഞാൻ പറയും, ഞാൻ മരിച്ചു. ഗലാത്യ ലേഖനം 2-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയല്ലേ പറയുന്നത്? ഞാൻ മരിച്ചു, ഇനി ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തു അത്രേ. ക്രിസ്തുവിൻ്റെ നീതി. ഇനി ഞാനല്ല ജീവിക്കുന്നത്, ഞാൻ മരിച്ചു, ഇനി ക്രിസ്തു എന്നിൽ ജീവിക്കുക എന്ന് എനിക്ക് ചുമ്മാതെ പറയാം, പക്ഷെ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ഞാൻ അങ്ങ് ഡിക്ലെയർ ചെയ്യുക വിശ്വാസത്താൽ. ഇനി ഞാനല്ല, ക്രിസ്തു എന്നെ ജീവിക്കുന്നത്. അവൻ ആ തേജസ്സിൻ്റെ മേൽ തേജസ് പ്രാപിച്ചു പോകുന്നത്. ഇന്ന് രാവിലെ നമ്മൾ പാട്ടുപാടി, കർത്താവ് വരും, ഞാൻ അവനോടുകൂടെ ചേർക്കും. ഇങ്ങനെ തേജസ് അനുദിനം പ്രാപിക്കുന്നവനെ കർത്താവിൻ്റെ വരവിങ്കിൽ പോകത്തുള്ളൂ. ഈ ലോകത്തോട് ഡിറ്റാച്ച് ചെയ്യപ്പെടാതെ ഇരുന്നാൽ കർത്താവിൻ്റെ വരവിങ്കിൽ പോകാമെന്നൊന്നും വിചാരിക്കണ്ട. അതിൻ്റെ അർത്ഥം നമ്മൾ ചുമ്മാ ഇരുന്നാൽ മതിയോ? ഇല്ല. നമ്മുടെ രക്ഷ കർത്താവ് തന്നു, സൗജന്യമാണ്. പക്ഷേ നമ്മളിൽ നീതിയായ ക്രിസ്തു ജീവിക്കുന്നെന്ന് വിശ്വാസത്താൽ നമ്മൾ എണ്ണി അനുദിനം ജീവിച്ചേ പറ്റത്തുള്ളൂ. ദൈവമക്കളെ, കർത്താവ് വരാറായി അല്ലേ? ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു കൊളീഗ് ഇങ്ങനെ പറഞ്ഞു, യാത്ര പോകുക. അപ്പോൾ അവൻ പറഞ്ഞു, ഞാനിങ്ങനെ എയർ ഇന്ത്യയിലാണ് പോകുന്നത്, ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് പോകുന്നത്. അവിശ്വാസിയാണ്, ഫാമിലി ആയിട്ടാണ് പോകുന്നത്. തീരുവാണെങ്കിൽ ഞങ്ങളെല്ലാവരും കൂടെ അങ്ങ് തീരട്ടെന്ന്. അപ്പം ഞാൻ പറഞ്ഞ, അത്രയും പോലും വിശ്വാസം എനിക്കില്ലല്ലോ ദൈവമേ. ആമേ. മരണത്തെ പേടിയ പെന്തിക്കോസ്തുകാർക്ക്. ദൈവമക്കളെ, പേടിക്കരുത്. ഒരുറപ്പിന്നുണ്ടാകണം ആ തേജസ്സിൽ. ഞാൻ എൻ്റെ അർത്ഥം നമ്മൾ പോയി അപകടത്തിൽ പെടുമെന്നല്ല ഞാൻ പറഞ്ഞത്. ആ മരണത്തെ പേടിയില്ലാത്ത അകത്തൊരു അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറയും, ഈ വിധം പ്രത്യാശയുള്ളവരായി ആ തേജസ്സിൻ്റെ മേൽ തേജസ് പ്രാപിക്കുക. ആ ഒരു പ്രത്യാശയുണ്ട്. ഇന്ന് രാവിലെ ആ ഉറപ്പ് നമ്മൾ പ്രാപിക്കണം. കർത്താവ് ഇന്ന് വന്നാൽ ഞാൻ ചേർക്കപ്പെടും, ഞാൻ തേജസ്സിൻ്റെ മേൽ തേജസ് പ്രാപിക്കും. കർത്താവിൻ്റെ വരവടുത്തു. ഇതിൽ കുറഞ്ഞൊരു വലിയൊരു മെസ്സേജ് എനിക്ക് പറയാനില്ല ദൈവമക്കളെ. എന്നോടും കൂടെ സംസാരിച്ച് ഞാൻ ഒരുങ്ങണം. നമുക്കൊരുങ്ങാം. എൻ്റെ കർത്താവ് വരും, നമ്മൾ തേജസ്സോടെ ചേർക്കും.